ഫ്രണ്ട്സ്, ഏവർക്കും ബിഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ടോയ്സ് മേടിക്കാനായിട്ട്. അപ്പോൾ ഷോപ്പ് എനിക്ക് ഒത്തിരി നല്ലൊരു ഷോപ്പായിട്ട് തോന്നി. തൃശ്ശൂർ തന്നെയുള്ളൊരു ഷോപ്പാണ്. നിങ്ങൾക്കതൊന്ന് പരിചയപ്പെടുത്തി, കാരണം അവിടേക്ക് അധികം ആളുകൾ എത്തിപ്പെട്ടിട്ടില്ല എന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ കുറച്ച് റീസണബിൾ റേറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയാലോ, ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുട്ടികളുടെ ടോയ്സാണ് മെയിനായിട്ട്, കുട്ടികളുടെ ഐറ്റംസാണ് മെയിനായിട്ട് വരുന്നത്. നമുക്കൊന്ന് അവിടെ പോയിട്ട് ബാക്കി എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ വെള്ളയപ്പങ്ങാടി വഴിക്ക് വന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മാർത്തോമ സ്കൂൾ വരുന്നുണ്ട്. അതിൻ്റെ സൈഡ് കൂടിയുള്ള വഴിക്കാണ് നമ്മൾ ഈ ഷോപ്പിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ പുത്തമ്പള്ളിയുടെ ബാക്ക് ഭാഗമായിട്ട് വരും. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, തൃശ്ശൂർ അറിയുന്നവർക്കെല്ലാം അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു റോഡാണ്. ആ റോഡിൽ ഒരുപാട് ഗോൾഡിൻ്റെ ഷോപ്പുകളും ഹോൾസെയിൽ ഷോപ്പുകളും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിൻ്റെയൊക്കെ യൂണിറ്റുകളുള്ള സ്ഥലമാണ്. ആ വഴിക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നമ്മൾ പോരുമ്പോൾ ഏകദേശം ഒരു 200 മീറ്റർ കഷ്ടേ വരത്തുള്ളൂ. എന്നിട്ട് എത്തുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. SK ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. കുറേ കടകളുടെ ഇടയിൽ ഒരു ചെറിയൊരു ഷോപ്പാണ്, ടോയ്സ് ഷോപ്പാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ടോയ്സുകൾ റീസണബിൾ റേറ്റിൽ കിട്ടുന്ന ഷോപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറി. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ അവിടുത്തെ കുറച്ച് കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു. അതായത് ഇലക്ട്രോണിക്സിൻ്റെയും അതുപോലെ തന്നെ ബാറ്ററിയിലൊക്കെ ഓടുന്ന ടൈപ്പ് ഒരുപാട് ടോയ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. വലിയ കാറുകൾ, ബൈക്കുകൾ, നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയ്യോ ഞങ്ങൾക്കും ഇങ്ങനത്തെ ഒരെണ്ണം വേണമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒത്തിരി ടോയ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള അത്രമാത്രം കളക്ഷൻസ് ഉണ്ട്. ശരിക്കും ഇത് മൊത്തം അങ്ങ് കണ്ടു തീർക്കുക എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമയുള്ള കാര്യമാണ്. കുട്ടികളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ സത്യത്തിൽ അവരെ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് പക്ഷേ അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഷോപ്പിലേക്ക് ഇനി ഞങ്ങളെ കൊണ്ടുവരണം, ഞങ്ങൾ വന്ന് നോക്കിയെടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓരോ ടോയ്സിനെയും പറ്റിയിട്ട് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ മരത്തിൻ്റെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ചാട്ടവണ്ടി എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. ആ സെയിം സംഭവം തന്നെയാണ് ഇത്. ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് കുഞ്ഞിത് പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് അതിന് ഓരോ മണിയടിക്കും. അതാണ് പറയുന്നത് അവർ. ഞാനപ്പോൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്ത്. അവിടുത്തെ സൗണ്ടും ബഹളവും കാരണമാണ് അവിടെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കൊടുക്കാത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെയറുകളുണ്ട്. അതിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന മ്യൂസിക് സിസ്റ്റത്തോട് കൂടിയിട്ട് വരുന്ന കുഞ്ഞ് ഇൻഫൻസിനൊക്കെ ഇരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ചെയറുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ലോ ക്വാളിറ്റി മെറ്റീരിയലുകളല്ല ഒന്നും തന്നെ, എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ട് നമ്മുടെ മോന് വേണ്ടിയിട്ട് സാധനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കണേക്കാൾ കൂടുതൽ നമ്മളുടെ കൂടെ ഇപ്പോൾ നെയ്ബേഴ്സിനെ എല്ലാവരും വിളിച്ചിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടി കൂടും. അല്ല നമ്മൾ കസിൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് കൊടുക്കുന്ന ഒരു ഐറ്റത്തിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഒരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു സംഭവം ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ വന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഇവിടെ ഒരു ഹോളി കമ്മ്യൂണിയൻ വന്നപ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും കൂടിയിട്ട് എടുത്തപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് കിട്ടി. അപ്പോൾ ആ ഒരു എമൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് മേടിച്ചെടുക്കുമ്പോൾ ആ കുട്ടികൾക്കായാലും മെയിനായിട്ട് ഇവിടെ കുട്ടികളുടെ പ്രൊഡക്ട്സ് ആണല്ലോ, അപ്പോൾ അവർക്ക് നല്ല സാധനം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ചിന്തയും കൂടി എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൊച്ചിനോ എങ്ങാനും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കൊടുക്കണേക്കാം. ഗോൾഡ് അല്ല ഞാൻ പറയുന്നത്, ഗോൾഡ് മാറ്റി നിർത്തി. ഗോൾഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എല്ലാവരും കൂടി കൂടുമ്പോൾ നമുക്കൊരു കുഞ്ഞൊരു ഗോൾഡ് കൊടുക്കാൻ പറ്റും. നമ്മളവിടെ പ്രത്യേകതയാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളങ്ങനെ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. ഇപ്പം നമ്മൾ മിച്ചിക്കുട്ടന് വേണ്ടിയിട്ടുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഐറ്റം ഗിഫ്റ്റ്. അതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്.
പക്ഷേ ഞങ്ങൾ മുമ്പ് വന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഷോപ്പുകാർ നമുക്ക് തന്നിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ എനിക്ക് പോയി ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഷോപ്പിലേക്ക് പോയി. ആ ഷോപ്പിൽ ചെന്നപ്പോൾ അപ്പോൾ നല്ലത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു താല്പര്യത്തോട് കൂടിയിട്ട് നിങ്ങളിലേക്ക്. അപ്പോൾ കുട്ടികളുടെ സ്റ്റഡി ടേബിളുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ബ്ലൂ കളറിൽ വരുന്നതിന് 2000 സംതിങ് എത്രയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അതില്ലാതെ ചെയർ ഇല്ലാതെ തന്നെയുള്ള വേറെ കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന വീല് വരുന്ന ടൈപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാവുന്ന രീതിയിലുള്ള സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. പിന്നെ ചെയറുകൾ നല്ല ക്വാളിറ്റി ചെയറുകളാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായി തോന്നി എനിക്ക്. അതുപോലെ കുട്ടികൾക്ക് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, സീറ്ററാണത്. അപ്പോൾ ഇതും ഇവിടെയുണ്ട്. ബെഡുകൾ, അതായത് ന്യൂ ബോൺ മുതലുള്ള കുട്ടികൾക്ക് വേണ്ട ബെഡ് ഉൾപ്പെടെ, ബെഡ് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും, അവർക്ക് ടോയ്സ് മാത്രമല്ല കേട്ടോ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം, പോട്ടീസ്, അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഇവിടുത്തെ ബംഗാളീസാണ് സത്യത്തിൽ ഈ ഷോപ്പ് നടത്തുന്നത്. അവരിവിടെ തൃശ്ശൂർ വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ മേലേക്കായെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ തൃശ്ശൂരിന് 1-2 ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞ് ബെഡൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞു, പക്ഷേ എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഷോപ്പ് കൂടി ഉള്ള കാര്യം. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഷോപ്പിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏതുട്ടിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ JCB. നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇതിൻ്റെ യെല്ലോ ആണ് നമ്മളുടെ വീട്ടിൽ നമ്മൾ വാങ്ങിയത്. നല്ല ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഷോപ്പിൽ വരുന്നത്, നമ്മുടെ ഒരു കസിൻ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റീസണബിൾ റേറ്റ് ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവം, മാഗ്നറ്റിക് ഡാർട്ട്. ഈ ഒരു ഐറ്റം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആക്ച്വലി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പ് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കസിൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഈ ഒരു ഐറ്റം മാഗ്നറ്റിക് ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഹോളി കമ്മ്യൂണിയൻ, അതായത് ആ ഒരു പ്രായത്തിലുള്ള ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ ഐറ്റാണ് കേട്ടോ നമ്മൾ ഹോളി കമ്മ്യൂണിയന് എല്ലാവരും കൂടി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മേടിച്ചത്. പിന്നെ ഇവിടെ റിമോട്ട് കാർഡ്സും അതുപോലെ തന്നെ ഒത്തിരി ഡോളുകൾ അങ്ങനത്തെ. പക്ഷേ ഈ ഡോളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെഡി ബെയേഴ്സൊക്കെ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ, സൂപ്പർ ക്വാളിറ്റിയാണ്. അതായത് ചില ടെഡി ബെയേഴ്സൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പഞ്ഞിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരുന്നതായിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് കുട്ടികളുടെ വായിലും മൂക്കിലൊക്കെ പോകാൻ സാധ്യതയുള്ള ടൈപ്പിലാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, കാണാൻ നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ തൊടുമ്പോഴും നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതായത് പാവകൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിന്നമ്മ കുറച്ച് പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട് ഡോളിൻ്റെ, അതിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റുന്ന ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ പോയപ്പോൾ അത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഇതുപോലത്തെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ടോയ്സ് അവിടെ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ടോയ്സ്. ഇതിൽ ഈ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പെൺകുട്ടീൻ്റെയാണ്. എനിക്ക് അവൾ ഭയങ്കര സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സൈക്കിൾ വെച്ചിട്ട്. നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്രത്തോളം തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നുള്ളത് നമുക്ക് ഊഹിക്കല്ലോ. അതുപോലെ ഈ പട്ടിക്കുട്ടിയാണെങ്കിലും എല്ലാം അത് ഓരോ ഏജിന് പറ്റുന്ന കുട്ടികൾക്കും പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടോയ്സും, ഒരുവിധപ്പെട്ട ടോയ്സുകൾ. അത് പക്ഷേ നല്ല ക്വാളിറ്റി കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടിയുടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇവിടുത്തെ അവർ ഉപയോഗിക്കുന്നത്. അല്ലാത്ത ടൈപ്പ് ഇല്ല ഇവിടെ, എല്ലാം ഇത്തരം ക്വാളിറ്റി വരുന്നതാണ്. എന്നാൽ അതിന് മാത്രമുള്ള റേറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നുമില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സംഭവം. അപ്പോൾ നമ്മുടെ ഉണ്ണികളൊക്കെ ഈ ഒരു ഏജ് കഴിഞ്ഞു. പിന്നെ ഇത് ഒരു പായയുടെ വലിപ്പത്തിലുള്ള മാറ്റാണ് ഇതിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സൈസ് വരുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ നല്ല പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 സൈഡും 2 ടൈപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീരെ ന്യൂ ബോൺ കുട്ടികളെയൊക്കെ നമുക്ക് ഹാളിലൊക്കെ വിരിച്ച് കിടത്താനും എല്ലാം പറ്റുന്ന രീതിയിലുള്ള മാറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ ടെഡി ബെയർ ഒരെണ്ണം ഒന്നിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. സാധാരണ നമ്മുടെ കൂടെ കുട്ടികളുണ്ടാകുമ്പോൾ അവർക്കാണ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക. ഇന്നിപ്പോൾ അവരൊന്നും ഇല്ലാതെ ഞാൻ തന്നെയാകുമ്പോൾ അപ്പോൾ എനിക്കൊരു പ്രിഫറൻസ് കിട്ടിയ സമയമാണ്. അപ്പോൾ ഞാനതൊന്നും നന്നായിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ആ ടെഡി ബെയറിനൊക്കെ എടുത്ത്. അപ്പോൾ ഇത് 3 ഫ്ലോർ ഉണ്ട് ഈ ബിൽഡിങ്ങും. പക്ഷെ 2 ഫ്ലോറിലായിട്ടാണ് എല്ലാ ഐറ്റംസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെയുണ്ട് മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ അവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എടുത്തു തരാൻ വന്ന പയ്യനെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഈ നിൽക്കുന്ന പയ്യനാണ് നമുക്കെല്ലാം എടുത്ത് തന്നത്, പറഞ്ഞു തന്നതും. അങ്ങനെ ഒരു മടുപ്പില്ലാണ്ട് നമ്മൾ വാങ്ങുന്ന ഐറ്റത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിലും കൂടി നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ മിച്ചിക്കുള്ള സംഭവങ്ങൾ നമ്മൾ വാങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ബോക്സും അങ്ങനെയൊന്നും കിട്ടിയില്ല. ഇങ്ങനെ അത് അതായത് ഒതുങ്ങില്ല, വലിയ ബോക്സാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ മിച്ചിക്കുട്ടൻ്റെ ബർത്ത്ഡേ
സാറ്റർഡേ ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കുട്ടികളുടെയൊക്കെ കൂടെ. അപ്പോൾ മിച്ചിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ 3ാമത്തെ വയസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടിയിട്ട്, അവൻ ഒരാളേ ഉള്ളൂ, അപ്പോൾ അവന് കൊടുക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിമാരത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവനത് എത്രയും പെട്ടെന്ന് തുറന്ന് കാണണം എന്താക്കി. അപ്പോൾ ചേച്ചിമാർ തന്നെ വേഗം വന്നിട്ട് അത് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്, ഇന്നതാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അതായത് അനിയൻ്റെ വൈഫിൻ്റെ ഫാമിലിയും ഞങ്ങളും അത്ര മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു ഫംഗ്ഷനാണ്. എന്നിരുന്നാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഞങ്ങൾ അവന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം വേണം എനിക്ക് കൊടുക്കാനെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടു, വാങ്ങി. അവൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അറിയില്ല, ഞാൻ ഏകദേശം അവൻ്റെ ഒരു ടേസ്റ്റൊക്കെ വെച്ച് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഒരു ഐറ്റം വാങ്ങിയത് ഒരു ട്രക്കാണ് കേട്ടോ. അപ്പം നമ്മൾ JCB നമ്മുടെ വീട്ടിൽ ഏതുട്ടനെ വാങ്ങി കണ്ടപ്പോൾ തൊട്ട് അവന് അത് ഇഷ്ടമായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവന് JCB ആ വലിപ്പത്തിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ട്രക്ക് വാങ്ങിയത്. പിന്നെ നമ്മൾ വാങ്ങിയ ഐറ്റം എന്ന് പറയുന്നതാണ് ഈ ഊഞ്ഞാൽ കേട്ടോ. അപ്പോൾ അവന് സ്വതവേ ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് വേഗം കൊണ്ടുവന്ന് ആർക്കും കൊടുക്കാണ്ടൊക്കെ മേടിച്ച് വെക്കുകയാണ്. അവൻ്റെ ആ ഒരു സന്തോഷമാണ് അത് കാണുന്നത്. അപ്പോൾ പിള്ളേർ ഹാപ്പിയായി ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടോട് കൂടിയിട്ട്. അപ്പോൾ അവ അത് വേഗം എടുത്തിട്ട് അമ്മയ്ക്ക് കാണിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഇത് ബ്രദറിൻ്റെ വൈഫ്, അവളുടെ ഫാമിലി ഉണ്ട്, ഒപ്പം തന്നെ മിച്ചിക്കുട്ടനും ചേച്ചിമാരൊക്കെ കൂടിയിട്ടുള്ള കേക്ക് മുറിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു. ഈവനിങ് ആയിരുന്നു പരിപാടി. പിന്നീട് അവൻ ആ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് അതിലിരുന്ന് ആടുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഡെസ്നി. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അതിനൊരു പേരിട്ട് വെച്ചിട്ടുണ്ട്, അതായത് അവനിതൊരു കൂട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ അതിനൊരു പുൽക്കൂട് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മിച്ചിക്കുട്ടന് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് തീർച്ചയായിട്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.